നമ്മുടെ നെഞ്ചോട് നമ്മളെ ചേർക്കുന്ന ഈ ഗീതം ആക്രോശിച്ചുകൊണ്ട് നിർത്ത് എന്ന് പറയാനായിട്ട് സോണിയാഗാന്ധി ആരാണ്? സോണിയാഗാന്ധി പറഞ്ഞാലും നമ്മുടെ വന്ദേമാതരം നിർത്തില്ല. കാരണം അത് പാടിയിട്ടുള്ള ആൾക്കാര് അവർ കോൺഗ്രസ്സുകാരാണെങ്കിലും അവർ ഭാരതീയരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. നമ്മുടെ ദേശീയഗീതം അവർ പാടുമ്പോൾ നിർത്ത് എന്ന് പറയാൻ സോണിയാഗാന്ധി ആരാണ്? അവർക്ക് അങ്ങനെ പറയണമെങ്കിൽ അത് ഇറ്റലി പോയിട്ട് അവരവിടെ എന്തെങ്കിലും പറയട്ടെ. ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റില്ലത്. വോട്ട് ബാങ്കിന് വേണ്ടി എന്തും പറയാ. അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ അവർ എന്ത് ചെറ്റത്തരവും പറയും. അവരെങ്ങനെ വേണമെങ്കിൽ സംസാരിക്കും. ഇന്ന് അവർ കാണിച്ചിട്ടുള്ള വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ എത്രത്തോളം തരം താഴാൻ പറ്റുന്നുള്ളത്. നമസ്കാരം. നമസ്തേ. ചേച്ചി പേരെന്തായിരുന്നു? സത്യലക്ഷ്മി. ചേച്ചി, ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ACC ആസ്ഥാനത്ത് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ സോണിയാഗാന്ധി വന്ദേ മാതരം മുഴുവൻ പാടുന്നതിനെതിരെ ഒരു വളരെ വലിയ രീതിയിൽ ആക്രോശിച്ച് ആക്ഷൻ കാണിക്കുകയും അതിനെ തടസ്സപ്പെടുത്താൻ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നെല്ലാം കണ്ടിരുന്നു. എന്താണ് തോന്നിയത് ഈ ഒരു സമയത്ത്? ഇത് കണ്ടപ്പോൾ വളരെ എന്താ പറയാ, ഒരു പുച്ഛമാണ് നമുക്ക് തോന്നുന്നത്. ആ പാർട്ടിയിലെ ഇത്ര അവരുടെ നേതാവ് ഇങ്ങനെയാണല്ലോ, അവരുടെ നേതാക്കന്മാർ ഇത്രയും തരം താഴ്ന്നിട്ടാണല്ലോ എന്ന് തോന്നി. ഇവരെ നമ്മളെ പ്രതിപക്ഷ പാർട്ടിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഭാരതത്തിന്റെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു ഡീസൻസി വേണ്ടേ? അവർക്കും എന്താ പറയാ, ഒരു മൂല്യം വേണ്ടേ? അത് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇങ്ങനെ നമ്മുടെ ദേശീയ ഗീതത്തെ പാടുന്ന സമയത്ത് അവർ ആക്രോശിക്കുകയായിരുന്നു. അവരെന്തൊക്കെ ആക്ഷൻസ് കാണിക്കണ്ടായിരുന്നു, നിർത്താൻ പറയുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരൊരു ഇന്ത്യൻ അല്ല. ഒരു ഭാരതത്തിൽ ജനിച്ച ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. ഭാരതീയനായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ദേശീയ ഗീതം പാടുമ്പോൾ അത് വേണ്ട എന്ന് ആക്രോശിക്കാൻ ഭാരതത്തിലുള്ള ഒരാള് അല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പറ്റിയത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1986 ഡിസംബർ 28 കൽക്കത്തയിൽ നടന്നിട്ടുള്ള ഒരു വലിയ സമ്മേളനം, ആനുവൽ സമ്മേളനം എന്ന് വെച്ചാൽ വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ ഈ കോൺഗ്രസ് പരിപാടിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും ആലപിക്കുന്നത്. അന്ന് ഏറെ പുളകത്തോടു കൂടിയാണ് ഈ ഭാരതം മൊത്തം ഇത് സ്വീകരിച്ചത്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, പിന്നീട് അത് എല്ലാ രാഷ്ട്രീയ വേദികളിലും അത് പാടിയിട്ടുണ്ട്. എല്ലാവരും പാടിയിട്ടുള്ളതാണ്. നമ്മുടെ നെഞ്ചോട് നമ്മളെ ചേർക്കുന്ന ഈ ഗീതം ആക്രോശിച്ചുകൊണ്ട് നിർത്ത് എന്ന് പറയാനായിട്ട് സോണിയാഗാന്ധി ആരാണ്? സോണിയാഗാന്ധി പറഞ്ഞാലും നമ്മുടെ വന്ദേമാതരം നിർത്തില്ല. കാരണം അത് പാടിയിട്ടുള്ള ആൾക്കാര് അവർ കോൺഗ്രസ്സുകാരാണെങ്കിലും അവർ ഭാരതീയരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. നമ്മുടെ ദേശീയഗീതം അവർ പാടുമ്പോൾ നിർത്ത് എന്ന് പറയാൻ സോണിയാഗാന്ധി ആരാണ്? അവർക്ക് അങ്ങനെ പറയണമെങ്കിൽ അത് ഇറ്റലി പോയിട്ട് അവരവിടെ എന്തെങ്കിലും പറയട്ടെ. ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റില്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും പ്രതിപക്ഷ പാർട്ടികളിൽ ആരും തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല. BJPയും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളും ദേശീയവാദികളും രാഷ്ട്രത്തോട് കൂറുമുള്ള ആളുകൾ മാത്രമാണ് ഈ സോണിയാഗാന്ധിയുടെ നിലപാടിനെതിരെ ചേച്ചി പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം തന്നെയായി മാറിയിരിക്കുകയല്ലേ ഇന്ത്യ മുന്നണി? ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നത് ന്യൂനപക്ഷ വോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് അവരുടെ വോട്ട് ബാങ്കുകളെ സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ സോണിയാഗാന്ധി കാണിച്ചിട്ടുള്ള ഈ ആക്രോശത്തിനും നാടകത്തിനും ഒക്കെ കൂടെ നിൽക്കാനേ അവർക്ക് സാധിക്കുള്ളൂ. അവരതിനെ എതിർത്താൽ അവർക്ക് വലിയ പണി കിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരത് ചെയ്യില്ല. അപ്പൊ അവർക്ക് ഒറ്റ നോട്ടേ ഉള്ളൂ, ദേശീയതയൊന്നുമില്ല. അവിടെയൊക്കെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുക, വോട്ടിനായിട്ട് പിന്നാലെ ഓടുക, വോട്ട് ബാങ്കിന് വേണ്ടി എന്തും പറയുക. അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ അവർ എന്ത് ചെറ്റത്തരവും പറയും. അവരെങ്ങനെ വേണമെങ്കിൽ സംസാരിക്കും. ഇന്ന് അവർ കാണിച്ചിട്ടുള്ള വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ എത്രത്തോളം തരം താഴാൻ പറ്റുന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ സംഘടനകൾ UPA ഭരണകാലത്ത് 2004 മുതൽ 2014 വരെയുള്ള സമയങ്ങളിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ ശരിയായിരുന്നു എന്നുള്ളതിന്റെ പൂർണ്ണ രൂപമായിരുന്നില്ലേ ഇന്ന് അവിടെ കണ്ടത്? തീർച്ചയായിട്ടും. നമ്മുടെ ദേശീയ പാർട്ടികള് എന്നുവെച്ചാൽ പ്രധാനമായിട്ട് നമുക്കറിയാം NDA സഖ്യം പലപ്പോഴായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, ഈ ഭാരതീയ ജനതാ പാർട്ടി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവരൊരു പ്രത്യേക സംസ്കാരത്തെ ഇവിടെ രൂപപ്പെടുത്താൻ നോക്കുക. നമുക്ക് ജെന്യൂനായിട്ട് നമ്മുടെ തനതായ സംസ്കാരമുള്ള ഒരു രാജ്യമാണ് ഭാരതം. നമുക്കറിയാലോ, ഗ്രീസിലെ ഒരു ഗ്രീക്ക് സംസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാളും ഉത്തമമായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്നൊക്കെ പറഞ്ഞാണ് ഭാരതീയ സംസ്കാരം ഉദ്ഘോഷിക്കപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംസ്കാരം നശിച്ചുപോയി. ഗ്രീസിലെ സംസ്കാരമൊക്കെ നശിച്ചു പോയിട്ടും ഭാരതത്തിന്റെ സംസ്കാരം അതുപോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അത്രയും പരിപൂർണവും അത്രയും തനിമ നിറഞ്ഞതുമായതുകൊണ്ടാണ് അത് നശിക്കാത്തത്. അതൊരിക്കലും നശിക്കില്ല. ഇനി എത്ര ശ്രമിച്ചാലും ഇതൊന്നും നശിക്കാനും പോണില്ല. അപ്പൊ ഈ ഒരു സംസ്കാരത്തിൽ ഊറ്റം കൊണ്ടുകൊണ്ടാണ് നമ്മളെ ഓരോ ഭാരതീയരും നടക്കുന്നത്.
നമുക്ക് വോട്ട് ബാങ്ക് സംരക്ഷിക്കുക, അത് സംരക്ഷിക്കുക, ഇത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് നയം മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ സോണിയാഗാന്ധിക്ക് വേണം, സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണം, ഘടകകക്ഷികൾക്ക് വേണം. അവർക്ക് പാകിസ്ഥാനിൽ എവിടെയെങ്കിലും പോയിട്ട് പറയേണ്ട കാര്യമാണ് അവരിവിടെ നിന്നിട്ട് പറഞ്ഞത് അല്ലേ? പാകിസ്ഥാനികളെ ആക്രോശിക്കുന്നതിന് കൂടെ പോയിട്ട് അവർ ആക്രോശിക്കട്ടെ. എന്തിനും ഭാരതത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു? ഇത് തീർത്തും എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് ശരിയാണോ? ഇപ്പോ ഈ നമ്മുടെ രാജ്യത്ത് അത്ഭുതകരമെന്ന് പറയട്ടെ, ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും ഈ രണ്ട് സ്ഥലത്തും ഇന്ത്യ മുന്നണി തന്നെയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ സർക്കാർ ഇന്ത്യ ഗവൺമെന്റിന് ആഭിമുഖ്യം നൽകിക്കൊണ്ട്, രാജ്യത്തിന് ആഭിമുഖ്യം നൽകിക്കൊണ്ട് പൂർണ്ണമായിട്ടും വന്ദേ മാതരം ഇന്ന് അത്ഭുതകരം എന്നോണം അവിടെ പാടിയിരിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആ ഒരു നിലവാരം പോലും കാണിക്കാൻ ഈ സോണിയാഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാരതത്തിൽ നിന്നുള്ള അതിന്റെ ഒരു പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയായിട്ട് മാറുകയില്ലേ ഇനിയുള്ള സമയങ്ങളിൽ? തീർച്ചയായിട്ടും ഇത് അവർക്ക് അവരുടെ എന്താ പറയാ, കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിൽ ആണികൾ അടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ പല ആണികളും അടിച്ചിട്ടാണല്ലോ അവരിപ്പോ ഇന്ന് ഇങ്ങനെയായി നിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി തുടങ്ങിയല്ലോ. ഈ പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ ഒരു ആണി കൂടി ഇന്ന് അതിശക്തമായിട്ട് അടിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ഭാരതത്തിലെ ഈ സംസ്കാരത്തിൽ ഊറ്റം കൊണ്ട് ഇവിടെ അഭിമാനപൂരിതമായിട്ട് ഉള്ള സംസ്കാരം ഉണ്ടെന്ന് വിശ്വസിച്ച് ഇവിടെ ജീവിക്കുന്ന ഓരോ ഭാരതീയനും ഇത് കാണുമ്പോൾ സത്യത്തിൽ മനസ്സിലാവും എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ളതും, എന്താണ് സോണിയാഗാന്ധി ഉദ്ദേശിക്കുന്നുള്ളതും, സോണിയാഗാന്ധിയുടെ കൂടെയുള്ള അനുയായികൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളതും അവർക്ക് മനസ്സിലായി. ഇപ്പോ ഈ ജൻസികൾക്ക് വേണ്ടി പോരാടുന്നു പറയുന്ന പാറ്റ സംവിധാനം അല്ലെങ്കിൽ പാറ്റ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം, അതിന്റെ നേതാക്കന്മാർ ആരും തന്നെ ഇത്രയും സമയമായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്ത് അത്ഭുതമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുതരം അരാജകത്വത്തിലേക്ക് നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണങ്ങളാണ്. പക്ഷെ അതൊരിക്കലും സാധിക്കില്ല. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യം, ജനാധിപത്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ ഭാരതം. ആ ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും മുതലെടുക്കാമെന്ന് വിദേശത്ത് നിന്ന് വരുന്ന ചില ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ പരീക്ഷണം നടത്തുന്ന ഏജൻസികൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു കേവലമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കർഷക സമരം എങ്ങനെയാണ് ഭാരതത്തിൽ എന്താണ്ടായത്, കർഷക സമരം, അതുപോലെ ജൻസിയുടെ സമരവും അടിസ്ഥാനമില്ലാത്ത ഒരു സമരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ വീണ്ടും ഒരു സമരാഹ്വാനം കൊടുക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സമരം, ആദ്യം പറഞ്ഞ സമരത്തില് എന്തെങ്കിലും ഒരു ചെറിയൊരു അവർക്ക് റീസൺ ഉണ്ടായിരുന്നു, ഒരു കാരണം ഉണ്ടായിരുന്നു. ഇനി അവര് വെറുതെ പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ പ്രക്ഷോഭത്തിൽ തന്നെ ഇവരുടെ പ്രക്ഷോഭത്തിൽ കയറി കൂടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് കണ്ടില്ലേ? അവിടെ ഒരുപാട് ജിഹാദികളായിട്ടുള്ളവരും അവിടെ കുറെ കമ്മ്യൂണിസ്റ്റുകളും വന്നിട്ട് കാട്ടിക്കൂട്ടിയിട്ടുള്ള കോമാളിത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങളൊക്കെ നാട്ടുകാരെല്ലാവരും കണ്ടു. എത്ര പൊതുമുതൽ അവർ നശിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഭാരതത്തിലെ ദേശീയതയിൽ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ വിധത്തിലുള്ള ഘടകങ്ങളും ഉണ്ട് അല്ലെ? തൊഴിലാളി സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനയുണ്ട്, എല്ലാ വിഭാഗത്തിലും മഹിളാ സംഘടനകൾ നല്ല അതിശക്തമായി പ്രവർത്തിക്കുന്ന, ഭാരതത്തിലുടനീളം പ്രവർത്തിക്കുന്ന മഹിളാ സംഘടനകളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ചെന്ന് ജന്തർ മന്ദറിന്റെ മുന്നിലേക്ക് ചെന്നാൽ ഇവരുണ്ടാവോ? ഇവരുടെ പൊടി കാണാൻ പറ്റുമോ? പറ്റില്ല. ഞാനിത് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലൂടെ പറയാം. എല്ലാ സംസ്ഥാനത്തിൽ നിന്നും ഈ ഭാരതീയ ജനതാ പാർട്ടി മാത്രം മതി വിചാരിച്ചാൽ മതി. ഈ ജൻസിയുടെ പിള്ളേർ അവിടെ കിടന്ന് ബഹളം കൂട്ടുന്നല്ലോ അനാവശ്യമായിട്ട്. രാജ്യത്തെ അരാജകത്വം ഇവിടെ എന്താ പറയാ, ഈ രാജ്യത്തിനെ തകർക്കാൻ നടക്കുന്ന ഈ ശക്തികൾ ഒരു 1% പോലും ഇല്ല ഈ ഒരു വിദ്യാർത്ഥി സംഭവത്തിൽ. അത് പക്ഷേ നമുക്ക് മനസ്സിലാവുള്ളൂ. കേരളത്തിൽ ഇരുന്നിട്ട് നമ്മുടെ മീഡിയകൾ എന്താ ചെയ്യണത്? ഇതിൽ പങ്കെടുക്കുന്നതിൽ 3/4 ആൾക്കാർ കേരളത്തിൽ നിന്ന് പോണവരാണ് മാത്രം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് ചാനലുകൾ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. കേരളത്തിലാണ് ഇതിന്റെ എല്ലാ പരിപാടികളും. ഇപ്പൊ നിങ്ങൾ കണ്ടുവല്ലോ, എന്താണ് ചെമ്മാട് ഒരു ട്രക്കില് ഇത്രയും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിട്ടത് അല്ലെ? 89,600 പീസ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഡിറ്റനേറ്ററുകളും പിന്നെ അവിടെ മറ്റുള്ള വസ്തുക്കളും, അവിടെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ട്യൂബുകൾ, ഷോക്ക് ട്യൂബുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അല്ലെ? ജെലാറ്റിൻ സ്റ്റിക്സ് നിങ്ങൾ വായിച്ചില്ലേ? ഈ ഒരു കാര്യം മാത്രം എടുത്താൽ മതി കേരളത്തിൽ എന്താണ് അരങ്ങ് കൂട്ടുന്നെന്നുള്ളത്. പക്ഷെ അതൊന്നും നടക്കില്ല. കേരളത്തിലെ അതിശക്തമായിട്ട് ദേശീയതയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ
കേരളത്തിലുണ്ട്, ഭാരതത്തിൽ പറയാനില്ലേ, നമുക്കറിയാലോ. എല്ലാ സംസ്ഥാനത്തുള്ള ദേശീയവാദികളും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ജൻസിയൊക്കെ എന്താണ്, ഇതൊക്കെ പൊടിഞ്ഞ് പാളീസാവില്ലേ, അല്ലേ? അതും ചെയ്യും, അറ്റ കൈക്ക് ഞങ്ങളത് ചെയ്യും, ഞങ്ങൾ ഇറങ്ങും.